സെക്യൂരിറ്റി, അതാണ് ഏറ്റവും വലിയ റെസ്ട്രിക്ഷൻ. അതിനുവേണ്ടി നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൃത്യമായി ഭരണഘടനയിൽ പറയുന്നുണ്ട്. 2, ഇവിടെ ഇരുന്നിട്ട് വേറൊരു രാഷ്ട്രത്തെ പറ്റി കുറ്റം പറഞ്ഞ് ഒരു ഫ്രണ്ട്ലി റിലേഷൻ അതർ ഫോറിൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്ലി റിലേഷനെ ബാധിക്കാൻ പാടില്ല എന്നൊരു സംഗതി. നമ്പൂതിരിമാർക്ക് വേണ്ടി വാദിച്ച ആളുകളും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അവകാശപ്പെട്ടത് മലയാള ബ്രാഹ്മണർ ഒരു പ്രത്യേകം ക്ലാസ് ആണെന്നാണ്, ഒരു പ്രത്യേക വർഗമാണ് മലയാള ബ്രാഹ്മണർ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ പറയുന്നത്. അത് ഏത് വർഗ സിദ്ധാന്തമാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഉദ്ദേശിച്ചത് അത്യാവശ്യം മോശമല്ലാത്ത ഒരു കക്കൂസും കുളിമുറിയൊക്കെ ഉള്ള വീടുകളെന്ന് പറയുന്നത് 2-3 പെൺകുട്ടികളുള്ള വീടുകളാണ്. അതേസമയം ആൺകുട്ടികൾ മാത്രമുള്ള വീടുകൾ അത്ര സാമ്പത്തികമായി സുരക്ഷിതമുള്ള വീടുകളല്ല. അപ്പോൾ നേരെ തിരിച്ച് നമ്മുടെ രാജ്യത്ത് കണ്ട കാഴ്ചകൾക്ക് നേരെ തിരിച്ചൊരു കാഴ്ചയാണ് ഈ മൻസൂറിലുള്ളത്. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ പറഞ്ഞ ഒരു കാര്യമാണ്, പണ്ട് ഡോക്ടർമാർ പറഞ്ഞു തരുമായിരുന്നു ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞു തരുമായിരുന്നു, ഇപ്പോൾ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മുടെ മുഴുവൻ പ്രപഞ്ചമാണ്. ദിസ് ഹോൾ യൂണിവേഴ്സ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയാം. കാരണം പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന നിയമമാണ് നമ്മുടെ പ്രപഞ്ചം എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിക്കുന്ന അടിസ്ഥാന നിയമമാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഈ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ കേസിൽ നമ്മൾ ഡയോഡുകൾ ഇതിൽ ബാലചന്ദ്രൻ ചെയ്യുന്നത് ഒരു പൂമൂടൽ വിമർശനമാണെന്ന് ഞാൻ പറയും. അദ്ദേഹം ഇപ്പോൾ നാരായണ ഗുരുവിനെ പരാമർശിക്കുന്നുണ്ട്, ആശാനെ പരാമർശിക്കുന്നുണ്ട്, ആദിശങ്കരനെ പരാമർശിക്കുന്നുണ്ട്. ഇവരൊക്കെ വിഗ്രഹങ്ങളാക്കി മാറ്റി പൂവിട്ട് മൂടുക എന്നൊരു പണിയാണ് അദ്ദേഹം ഈ പ്രഭാഷണത്തിൽ ചെയ്തിട്ടുള്ളത്. എത്ര പേരെ പ്രഭാഷണം കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇന്ന് കേൾക്കാത്തവർ ചെന്ന് കേട്ടാൽ നന്നായിരിക്കും.